പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ വീട്ടിലെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ട് വീണ്ടും പുതിയൊരു നല്ല ജീവിതം തുടങ്ങാൻ തീരുമാനമെടുക്കുകയും ചെയ്തതിനെ തുടർന്ന് മണിമുത്ത് എന്ന പരമ്പര ശുഭ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ പ്രേക്ഷകർ ഈ അവസാനം അടിപൊളിയാണ് എന്നുള്ള സപ്പോർട്ടുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വളരെ നാളുകളായി ഈ പരമ്പര വളരെയധികം വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നത് ഞങ്ങളെ വളരെയധികം മുഷിപ്പിച്ചിരുന്നു എന്നും, പക്ഷേ എൻഡിങ് ആയപ്പോൾ വളരെ നന്നായി തന്നെയാണ് പരമ്പര അവസാനിപ്പിച്ചത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഉമയെ പോലീസ് പിടികൂടിയതും അതുപോലെ തന്നെ സത്യങ്ങളെല്ലാം ഒടുവിൽ കാവ്യ തിരിച്ചറിഞ്ഞതുമെല്ലാം അതീവ ഗംഭീരമായിരുന്നു. മണിക്കുട്ടിയും അതുപോലെ തന്നെ മുത്തും ഒന്നിക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പു തന്നെ ആയിരുന്നു എന്നുമുള്ള കമന്റ് ബോക്സിൽ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. എന്നാൽ നെഗറ്റീവ് കമന്റുകളും കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. അതിന് കാരണം ഈ പരമ്പര കുറെ നാളുകളായി വലിച്ചിഴച്ചത് തന്നെയാണ്. എന്നാൽ ഇതേ സമയം പരിസമാപ്തിയിൽ എത്തുന്ന പരമ്പര ഒരുപാട് മിസ് ചെയ്യുന്നവരും ഇപ്പോഴുണ്ട്. കുറച്ചുകൂടി നല്ല മൊമെന്റ്സ് ഈ പരമ്പരയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് ഉമയെ മുഖത്തടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നത് കൃഷ്ണ എന്ന കഥാപാത്രത്തിന്റെ ഹീറോയിസം തന്നെയാണ് എന്നും, അവൾ ചെയ്ത തെറ്റുകൾക്ക് ഇത്രയും വലിയ ശിക്ഷ തന്നെ ലഭിക്കേണ്ടത് അത്യാവശ്യം തന്നെ ആയിരുന്നു. എന്തിനാണ് നല്ല ജീവിതം നയിക്കുന്ന കൃഷ്ണയുടെയും കാവ്യയുടെയും ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കയറി വരുന്നത്? വേലക്കാരിയായി വന്നവൾ വേലക്കാരിയായി തന്നെ നിന്നാൽ പോരെ എന്നുമുള്ള കമന്റുകളും കമന്റ് ബോക്സിലുണ്ട്. ഇതേ സമയം പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് എന്തായാലും ഇനി പ്രതികാരവുമായി അവൾ വരുമോ എന്നുള്ള ചോദ്യവും ബാക്കി നിൽക്കെയാണ് പരമ്പര അവസാനിക്കുന്നത്. ഇതോടെ പ്രേക്ഷകർ വളരെ നല്ല റെസ്പോൺസാണ് മെയിൻ കഥാപാത്രങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കൃഷ്ണയുടെയും കാവ്യയുടെയും ജോഡി അടിപൊളിയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതേസമയം വളരെ ഓവറായിരുന്നു മണിക്കുട്ടിയുടെ ആക്ടിംഗ് എന്നാണ് മിക്കവരും പറയുന്നത്. മാത്രവുമല്ല, പ്രായത്തിൽ കവിഞ്ഞ ഓവർ കോൺഫിഡൻസ് ആണ് ആ കുട്ടി പരമ്പരയിൽ ഉടനീളം കാഴ്ചവെച്ചത് എന്നുള്ള അഭിപ്രായവും ഉയർന്നിട്ടുണ്ട്. നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്നാൽ പരമ്പര അവസാനിച്ചതിനെ തുടർന്ന് ഇനി പുതിയൊരു പരമ്പരയാണ് കടന്നു വരാൻ പോകുന്നത്. മുതൽ മീനൂസ് കിച്ചൺ എന്ന പുതിയ പരമ്പരയാണ് വരുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന പരമ്പരയിൽ പ്രേക്ഷക മനസ്സിലേക്ക് ചേക്കേറിയ മാളവിക വെയിൽസിന്റെ വളരെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള പുതിയൊരു സൂപ്പർ പരമ്പര ഇനി മുതൽ മണിക്കുട്ടിയുടെയും മുത്തിന്റെയും കഥ പറഞ്ഞ മണിമുത്ത് എന്ന പരമ്പരയുടെ സംപ്രേക്ഷണ സമയത്തായിരിക്കും മീനു തൻ്റെ രുചിക്കൂട്ടുമായി കടന്നു വരാൻ പോകുന്നത്. പ്രേക്ഷകർ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. മീനുവിൻ്റെ കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ട് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുന്ന മാളവികയെ നിങ്ങൾ ഇരുകൈയും നീട്ടിക്കൊണ്ട് സ്വീകരിക്കും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത്രയും നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഏറ്റവും മികച്ചൊരു കഥാപാത്രമാണ് ഇതെന്നാണ് മാളവിക പറയുന്നത്. വളരെ സന്തോഷകരമായ കഥാപാത്രം, രുചികളും അതുപോലെ തന്നെ പുതിയ മൊമെന്റുകളുമാണ് ഈ പരമ്പര നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒട്ടും തന്നെ നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല എന്നുള്ള പ്രതീക്ഷയോടെയുമാണ് ഈ പരമ്പര വരുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞങ്ങളും കരുതുകയാണ്. അപ്പോൾ ഇനി മീനൂസ് കിച്ചണുമായി നമുക്ക് കാണാം. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.